ഹലോ അസ്സലാമു അലൈക്കും. ഫാറൂഖാണ്, ഫാറൂഖ് വ്ളോഗ്സ് എന്ന്. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഹജ്ജിൻ്റെ അറഫ സംഗമൊക്കെ കഴിഞ്ഞിട്ട് ആളുകൾ അറഫയിൽ നിന്ന് മീനായിൽ നിന്ന് അറഫയേക്കും അതുപോലെ അറഫയിൽ നിന്ന് മുസ്ദലിഫയ്ക്ക് പോകുന്നൊരു കാഴ്ചയാണ്. നോക്ക് നിങ്ങൾ, നല്ല കാറ്റടിച്ചിട്ട് അറഫയിൽ ഹാജിമാരൊക്കെ നല്ല ചൂടിൽ ആ സംഗമം അറഫ ഹുതുബയും അതുപോലെ തന്നെ അറഫ ദിനത്തിൽ ഉച്ചക്കുള്ള ആ ഹുതുബയും നമസ്കാരമൊക്കെ കഴിഞ്ഞ് നല്ല ചൂട് ഉള്ള സമയമായിരുന്നു. പക്ഷേ ആൾക്കാർക്ക് ആശ്വാസകരമായിട്ട് നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. മാഷാ അല്ലാ, വളരെ നല്ല ക്ലൈമറ്റാണ്. പക്ഷേ ആകെയുള്ളൊരു പ്രാർത്ഥന, ഒരിക്കലും മഴ പെയ്തിട്ട് നല്ല കാറ്റും മഴയോ ആകരുത് എന്നുള്ളതാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനു മുൻപുണ്ടായ പല ഹജ്ജ് സംഭവങ്ങളിലും ഉണ്ടായത് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. പല ഹജ്ജിലും മഴ പെയ്ത് പ്രളയം വന്നതും അങ്ങനെയൊക്കെ. അതൊന്നും ഇല്ലാണ്ട് ഈ ഒരു ഹജ്ജ് മുസ്ദലിഫയും കഴിഞ്ഞ് പിന്നെ 2 മിനായിലുള്ള കല്ലേറും ഒക്കെ പൂർത്തിയാവണം. അപ്പോൾ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട് എന്നറിഞ്ഞതിൽ. അപ്പോൾ നമുക്ക് അറഫയിലെ ഒരു പള്ളിയാണിത്, നമീറ പള്ളി എന്ന് പറയും. അറഫയിൽ ഈ ഒരു പള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറഫയിൽ നമ്മൾ ഹുതുബ നിർവഹിക്കുന്നതും അതുപോലെ തന്നെ അറഫയിലുള്ള ജുമാ നമസ്കാരമൊക്കെ ഈ ഒരു പള്ളിയിൽ വെച്ചിട്ടായിരിക്കും. നോക്ക് നിങ്ങൾ, ഹാജിമാർ അറഫയിൽ നിന്ന് അറഫ സംഗമം കഴിഞ്ഞിട്ട് തിരിച്ച് മുസ്ദലിഫയ്ക്ക് പോകുന്ന വഴിയാണ്. മിനായിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അറഫയിലെത്തി അറഫയിൽ മൊത്തം ചിലവഴിച്ച്, ഇതിപ്പോൾ ഇന്നൊരു വൈകുന്നേര സമയത്തുള്ളൊരു കാഴ്ചയാണ്. ആളുകൾ ഇങ്ങനെ മുസ്ദലിഫയിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ രാത്രി മുസ്ദലിഫയിൽ പോയി രാപ്പാർത്തിട്ട് അവിടെ നിന്ന് കല്ല് പൊറുക്കിയിട്ട് തിരിച്ച് മീന വഴി ഹറമിലേക്ക് വരും. അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ആ വലത് ഭാഗത്തൊക്കെ ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്ന പൊതികളുടെ ലോറിയാണ്. നോക്ക് നിങ്ങൾ, ഒരുപാട് പ്രായം ചെന്ന ആളുകളൊക്കെ വീൽ ചെയർ ഉന്തിയിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. കാറ്റ് കൊണ്ട് കുടമൊക്കെ അമ്പലം മറിഞ്ഞു പോകുന്നുണ്ട്. നല്ല കാറ്റാണ് അറഫയിൽ എന്നാണ് അറിയാൻ പറ്റിയത്. എന്തായാലും നമുക്ക് ഹജ്ജിന് പോകാനുള്ള ഇത് കിട്ടിയിട്ടില്ല. എന്തായാലും ഒരു ഹജ്ജ് ചെയ്തതാണ്. നമ്മളെ ജീവിതത്തിൽ ഒരു ഹജ്ജെങ്കിലും നമ്മൾ ചെയ്യുക, നമ്മളെ ഫർളായിട്ടുള്ള ഒരു ഹജ്ജ് നമ്മൾ ചെയ്യുക, അത്രേ നമുക്ക് ബാധ്യത ആയിട്ടുള്ളൂ. പിന്നെ അതിന് ശേഷമൊക്കെ നമുക്ക് കിട്ടുന്നത്, എനിക്ക് ഏകദേശം ഒരു ഹജ്ജ് ചെയ്യാനും അതുപോലെ തന്നെ ഏകദേശം ഒരു 5 ഹജ്ജിന് എനിക്ക് 5 വട്ടം ഹജ്ജ് നടക്കുന്ന സമയത്ത് ഞാൻ മക്കയിലുണ്ട്. പക്ഷേ ഞാൻ പോയിട്ടില്ല. എന്തായാലും ഒരുപാട് സന്തോഷം. ഇവിടെയൊക്കെ എത്താൻ മറ്റുള്ളവർക്കും ഭാഗ്യം കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ആളുകൾ ഒഴുകുന്നത് കണ്ടോ നിങ്ങൾ? ഇത് ആളുകൾ നേരെ പോകുന്നത് ഇനി മുസ്ദലിഫയിലേക്കാണ്. രാത്രിയൊക്കെ ആകുമ്പോൾ മുസ്ദലിഫയിലെത്തും. ഒരുപാട് കാലിന് സുഖമില്ലാത്തതുപോലത്തെ ഒരുപാട് ആൾക്കാർക്ക് എപ്പോഴും സഹായകരമായിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടാവും. ഒരു ഉമ്മയും മകനാണെന്ന് തോന്നുന്നുട്ടാ. നോക്ക് നിങ്ങൾ, മാഷാ അല്ലാ. അപ്പം ഈ ഒരു റോഡ് വഴിയാണ് നേരെ മുസ്ദലിഫയിലേക്ക് പോകുക. അവിടെ കാണാൻ പറ്റും പെഡസ്ട്രിയൻ എന്ന് പറഞ്ഞിട്ട്, കാൽനട യാത്രക്കാർക്കുള്ളൊരു റോഡാണ്. ഈ ഒരു ഹജ്ജിൻ്റെ സമയത്ത് മാത്രമാണ് ഈ ഒരു റോഡ് തുറക്കുക. അതുപോലെ ഈ ഒരു അറഫയിലെ മല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വിദാഇൻ്റെ ഇതിൽ കയറി നിന്ന് പ്രസംഗിച്ചത് ഈ ഒരു മലയുടെ മുകളിലാണെന്നാണ് പറയപ്പെടുന്നത്. അന്നത്തെ കാലത്ത് നബി തങ്ങൾ പ്രസംഗിച്ച ആ ഒരു മലയുടെ മുകളിൽ ഇന്ന് ഒരുപാട് പേര് കയറാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്നുണ്ട്. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഇരിക്കുന്നൊരു കാഴ്ചയാണ്. എന്തായാലും ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ. നല്ല കാറ്റുണ്ടായിരുന്നു, അത് ഭയങ്കര ആശ്വാസമായിട്ടുണ്ട് ആളുകൾക്ക്. കാരണം നല്ല ചൂടെടുത്ത് നല്ല കൊടും ചൂടായിരുന്നു എന്നാണ് അറിയാൻ പറ്റിയത്. എന്തായാലും നോക്ക് നിങ്ങൾ, വയസ്സായ ആളുകളെ ഉന്തിയിട്ട് മക്കളൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നൊരു കാഴ്ച ഉണ്ടോ? മാഷാ അല്ലാ. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയും വയസ്സായി കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും എന്നൊക്കെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട, ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് എന്ത് സൗകര്യമാണോ വേണ്ടത് അതവിടെ നമ്മളെ മുന്നിലേക്ക് അങ്ങ് വരും. എല്ലാ സൗകര്യവും നമുക്കവിടെ കിട്ടുന്നതായിരിക്കും. കാണാൻ പറ്റും നിങ്ങൾക്ക്, നൈജീരിയയിൽ നിന്നുള്ള ആളുകളാണ് ഇവർ. ഒരുപാട് ആൾക്കാർ ഹാപ്പി ആയിട്ടാണ് ഹജ്ജ് ചെയ്ത് മടങ്ങിപ്പോകുന്നത്. അറഫയിലെ ഈ ഒരു ജബലുർ റഹ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മലയുടെ മുകളിലൊക്കെ കയറിയ ആളുകൾ മുസ്ദലിഫയ്ക്ക് ഒഴുകുന്നൊരു കാഴ്ചയാണ്. ഞാൻ കുറച്ച് വീഡിയോ സ്പീഡാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ ഒരു സുഖത്തിന് വേണ്ടിയിട്ട്. വളരെ പതുക്കെയാണ് ആളുകൾ നടന്നു പോകുന്നത്, കാണാൻ പറ്റും നിങ്ങൾക്ക്. അത് ഞാൻ സ്പീഡാക്കിയതാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ നമിറപ്പള്ളി കാണിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, പ്രിയപ്പെട്ടവരോടൊപ്പം ഹജ്ജിനൊക്കെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങൾ തീർച്ചയായിട്ടും പോയിരിക്കണം. അവിടെ നിന്ന് ഒരാൾ ക്യാമറക്ക് നോക്കിയിട്ട് കൈ കാണിക്കുന്നൊരു കാഴ്ച കണ്ടോ? മാഷാ അല്ലാ, ലോകം മുഴുവൻ കാണുന്നൊരു കാഴ്ചയാണത്. ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് അവർ രണ്ടുപേരും നടന്നു പോകുന്നത്. നോക്ക് നിങ്ങൾ, മാഷാ അല്ലാ. ഈ അറഫയുടെ നമ്മൾ ഈ നടക്കുന്നതിൻ്റെ 2 സൈഡിലുമായിട്ട് ഇങ്ങനെ ബാരിക്കേഡ് ഉണ്ടാവും, കാണാൻ പറ്റും നിങ്ങൾക്ക്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല. അവിടെ തയ്യാറാക്കിയിട്ടുള്ളൊരു സ്പെഷ്യൽ വേ ഉണ്ടാവും, അതുവഴിയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. നോക്ക് നിങ്ങൾ, കാറ്റിൻ്റെ ബലം കൊണ്ട് കുടമൊക്കെ അമ്പലം തിരിഞ്ഞ് പോവാണ് കേട്ടോ. നോക്ക് നിങ്ങൾ, 3 ആൾക്കാരാണ് ഒരു ടയറുള്ള വണ്ടിയിൽ ഒരു വീൽ ചെയറിൽ ഒരു ഉമ്മാനെ ഉന്തി കൊണ്ടുപോകുന്നത്. കാരണം നല്ല കാറ്റുണ്ട്. കാറ്റുള്ള സമയത്ത് ഒരാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 ആളെയും കൊണ്ട് കാറ്റങ്ങ് പോകും. കാരണം നല്ല പവറിലായിരിക്കും ഈ കാറ്റ് വീശുക എന്ന് പറയപ്പെടുന്നത്.
പിന്നെ നിങ്ങൾ ആ മലയുടെ മുകളിൽ ഒരു സ്തൂപം കണ്ടോ, ഒരു വൈറ്റ്, അവിടെ ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു ഹജ്ജത്തുൽ വിദാഇൻ്റെ ഇതിൽ പ്രസംഗം നടത്തിയത് എന്നൊക്കെ പറയപ്പെടുന്നു. പക്ഷെ ഒരുപാട് ആളുകൾ അവിടെ പോയിട്ട് സുജൂദ് ചെയ്യുകയും അതുപോലെ തന്നെ അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുകയും അവിടെ മുത്തം വെക്കുകയും അവിടെ പോയിട്ട് അതൊക്കെ വിലക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതിലേറെ വിലക്കപ്പെടേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഏതൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പേര് എഴുതി വെക്കുക, പരിപാടിയൊന്നും പാടില്ല. ഹജ്ജ് നടക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഈ മറ്റുള്ളവർക്കുള്ളൊരു സംശയമായിരിക്കും, ഈ ഹജ്ജ് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമുക്ക് എൻട്രി കിട്ടുമെന്ന്. നിങ്ങൾ ഉംറക്ക് പോവുകയാണെങ്കിലും അതല്ല നിങ്ങൾ വിസിറ്റിങ്ങിന് പോവുകയാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, എപ്പോഴും നിങ്ങൾക്ക് ഇവിടെ പോകാൻ പറ്റും. ഹജ്ജിൻ്റെ സമയത്താണ് ഇത്ര ആളുണ്ടാവുക എന്ന് മാത്രമേ ഉള്ളൂ. നോക്ക്, നിങ്ങൾ നൈജീരിയക്കാരായിട്ടുള്ളൊരു ഫാമിലിയാണ് കേട്ടോ. നോക്ക്, മാഷാ അല്ലാ, അവർ ഉപ്പാനെ ഉന്തി കൊണ്ടുപോകുന്ന മകനാണ് വീൽ ചെയറിലെത്തിയിട്ട്. മാഷാ അല്ലാ, കേരളക്കാരായിട്ടുള്ള നമ്മൾ ഒരുപാട് ആൾക്കാർ പറയുന്നൊരു കാര്യമാണ്, പ്രായമായി കഴിഞ്ഞാൽ ഹജ്ജിന് പോവുക അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം, പോസിബിൾ അല്ല എന്നുള്ളത്. പക്ഷെ ഒരിക്കലല്ല, നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് ക്ലിപ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രം. ഒരിക്കലും നമ്മൾ എത്ര പ്രായം എന്നുള്ളതിലല്ല, നമ്മുടെ മനസ്സാണ്, നമ്മുടെ മനസ്സുകൊണ്ട് ഉദ്ദേശിച്ച് നമ്മൾ അവിടെ എത്തിയാൽ മതി. ബാക്കി ഇപ്പോൾ ഒരുപാട് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഈ ഒരു ആൾക്കാർ കണ്ടോ നിങ്ങൾ, ഇതൊക്കെ അവിടുത്തെ സ്റ്റാഫാണ്, ഹോസ്പിറ്റൽ സ്റ്റാഫും അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും. നമ്മൾ മെഡിക്കൽ കോളേജിൽ വെൻറ്റിലേറ്ററിലാണെങ്കിൽ പോലും ആ വെൻറ്റിലേറ്റർ കൊണ്ടുവന്ന് അവർ അറഫയിൽ വെക്കും. അറഫൻ്റെ സമയത്ത് ഒരുപാട് ആംബുലൻസുകൾ ഉണ്ടാവും അവിടെ, വെൻറ്റിലേറ്ററിൽ ICUയിലൊക്കെ കിടക്കുന്ന ആളുകൾ ഹജ്ജിന് വന്നവരാവും. അവരെ അറഫയിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യിപ്പിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോകും. കാരണം അവർക്ക് ഹജ്ജ് കിട്ടണം, ഹാജിമാരാണ്, ഒരുപാട് പണം മുടക്കിയിട്ട് വരുന്ന ആളുകളാണ്. അപ്പോൾ അവർക്കും ഹജ്ജ് പിടിച്ചു കൊടുക്കും ഇവിടുത്തെ ഗവൺമെൻറ്. അതാണ് സൗദി ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് എന്ന് പറയുന്നത്. നോക്ക്, നിങ്ങൾ ഒരു 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 ഫാർമസിസ്റ്റാണ് കേട്ടോ, കാണാൻ പറ്റും നിങ്ങൾക്ക്, മാഷാ അല്ലാ. അതുപോലെ അറഫയിലെ ഈ ഒരു മല ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നത് അതിലുള്ള ആളുകളെ ഒരു കുറവ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ആളുകളുണ്ടായി, ഇപ്പോൾ അതിലേക്ക് എത്രത്തോളം ആളുകൾ കയറി എന്നുള്ളത്. മാഷാ അല്ലാ, ഒരുപാട് സന്തോഷം ഉള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. മാഷാ അല്ലാ, നോക്കി, ചെറിയൊരു കുഞ്ഞിനെ ഉപ്പ തലയിൽ വെച്ച് കൊണ്ടുപോകുന്നൊരു കാഴ്ചയാണ് ചുമട്ടിലേറ്റിയിട്ട്. നോക്കി, അതുപോലെ തന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാഴ്ചയാണ് കേട്ടോ. ശരിക്കും ഒരു ഉപ്പാനെ 2 ചെറിയ മക്കൾ വലിച്ചു കൊണ്ടുപോകാം, മുമ്പിലുള്ളവൻ്റെ തുണിയൊക്കെ കയറ്റി എടുത്തിട്ട് അവൻ വലിച്ചു കൊണ്ടുപോകണം, അവൻ്റെ എല്ലാ പവറും എടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. നോക്ക് നിങ്ങൾ, നല്ല കാറ്റടിക്കുന്നുണ്ട്, അത് നല്ലൊരു ആൾക്കാർക്ക് ആശ്വാസകരവുമാണ്, അതല്ല പേടിക്കേണ്ട ഒരു സംഭവമാണ്. ഇങ്ങനെ കാറ്റടിച്ചതിന് ശേഷമാണ് നല്ല മഴ വരാനുള്ള ചാൻസ്. അപ്പോൾ എന്തായാലും ഒരു ഉമ്മ തലയിൽ ഇതൊക്കെ വെച്ചിട്ട് നിൽക്കുന്നൊരു കാഴ്ചയാണ്. ചൂടുന്ന് രക്ഷ നേടാനും പൊടിക്കാറ്റുന്ന് രക്ഷ നേടാനും വേണ്ടിയിട്ട് ടോപ്പ് 10ൻ്റെ കവറൊക്കെ വെച്ചിട്ട്. മാഷാ അല്ലാ, ഹജ്ജിന് വരുന്ന സമയത്ത് ആൾക്കാരുടെ കയ്യിൽ കിടക്കാനുള്ള സൗകര്യം, പുതക്കാനുള്ള സൗകര്യം എല്ലാതും ഉണ്ടാവും. ടെൻറ്റിലുള്ള ആളുകൾക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവർക്ക് ടെൻറ്റിൽ ഇങ്ങ് നിന്നാൽ മതി. ടെൻറ്റിൽ എല്ലാവിധ സൗകര്യവും ഉണ്ടാവും, നമുക്ക് കിടക്കാനുള്ള പുതക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. ഒരു നൈജീരിയക്കാരായിട്ടുള്ളൊരു ഫാമിലിയാണ് കേട്ടോ. അവർ ഈ ഒരു വീൽ ചെയർ ഉന്തിയിട്ട് ഇങ്ങനെ പോകുന്നൊരു കാഴ്ചയാണ് അറഫയിൽ നിന്നും മുസ്ദലിഫയിലേക്ക്. ഈ ആളുകളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാത്രി നമ്മളവിടുത്തെ ഒരു 11-12 മണിയാകുമ്പോൾ അവർ മുസ്ദലിഫയിലേക്ക് ഇങ്ങനെ പോകുമായിരിക്കും. പിന്നെ മുസ്ദലിഫയിൽ നിന്ന് കല്ല് ഉറക്കാനുണ്ട്, അങ്ങനത്തെ ഒരുപാട് കാഴ്ചകളുണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ ഇൻഷാ അല്ലാ കാണാം, വ്യക്തമായിട്ട് കാണാം. മിറപ്പള്ളിയുടെ 2 സൈഡിലും കണ്ടോ നിങ്ങൾ, വാട്ടർ സ്പ്രേ ചെയ്യുന്ന ഒരു വാട്ടർ പമ്പ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. നീണ്ടു നിവർന്ന് കിടക്കുന്ന വൻ ജനാവലിയാണ് കേട്ടോ. പാൽപ്പുഴ എന്നൊക്കെ പറയുന്നത് പോലെ, പാൽപ്പുഴ ഒഴുകുന്നത് പോലെയാണ് ജനങ്ങൾ മുസ്ദലിഫയിലേക്ക് ഒഴുകുന്നത്. കാരണം ഈ അറഫ സംഗമം കഴിഞ്ഞിട്ട് ആളുകൾ തിങ്ങിപ്പാർക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഈ അറഫൻ്റെ ബൗണ്ടറിയിൽ ഈ ഹജ്ജിന് വന്ന ആളുകൾ മുഴുവനും ഈ അറഫൻ്റെ ബൗണ്ടറിയിലാണ്. ഒരാൾ പോലും മുസ്ദലിഫയിൽ കിടക്കില്ല. ഹജ്ജിലുള്ള ഒരാൾ പോലും ഈ ഒരു അറഫയുടെയും മുസ്ദലിഫയുടെയും ബൗണ്ടറി വിട്ടിട്ട് മുസ്ദലിഫയിലേക്ക് പോകില്ല. അപ്പം ഈ ആളുകളൊക്കെ ഒരേ സമയം, ഈ ഒരു സമയം അങ്ങ് കഴിഞ്ഞ് സൂര്യാസ്തമയം കഴിഞ്ഞ് അങ്ങ് ഒഴുകുകയാണ് മുസ്ദലിഫയിലേക്ക്. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക് എന്നുള്ള ഈ ഒരു തക്ബീർ ചൊല്ലിയിട്ട് ഇവർ ഒഴുകുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കണ്ട, ആളുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കാൻ കേട്ടോ ഈ ഒരു ജബലുർ റഹ്മയുടെ മുകളിൽ. മാഷാ അല്ലാ, ഞാൻ കയറിയിട്ടുണ്ട്, ഒരുപാട് തവണ കയറിയിട്ടുണ്ട്. ഹജ്ജിൻ്റെ സമയത്ത് എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല. നമ്മൾ നിന്നത് പക്ഷേ ഈ ഒരു മലയുടെ തൊട്ടടുത്തായിട്ടാണ്. എനിക്ക് ശരിക്കും ആ പോയിൻ്റ് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്, ഞാൻ ഏത് സ്ഥലത്താണ് കറക്റ്റ് നിന്നത് എന്ന്. കാരണം ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസാണ് ശരിക്കും ഹജ്ജിന് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജീവിതത്തിൽ, ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു സംഭവമാണ്. സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ടും നമ്മളൊരു അതാണെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്തിരിക്കണം, നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും അത് ചെയ്യണം, നമ്മളെ കടങ്ങൾ വീട്ടിയിട്ടൊക്കെ. ആ സമയത്ത് 12-ാം വയസ്സിൽ എനിക്ക് കടങ്ങൾ ബാധ്യതകളൊന്നുമില്ല. എൻ്റെ ഉപ്പാൻ്റെ കൂടെ ഞാൻ പോയിട്ട് ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം, ഒരുപാട് മെമ്മറീസ് എനിക്കതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് പാഠങ്ങൾ, ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ അന്നത്തേക്കാൾ തിരക്കുകൾ 10 മടങ്ങ് കുറവാണിപ്പോൾ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും തിരക്ക് കുറഞ്ഞിട്ടുണ്ട് ഈ വർഷത്തെ ഹജ്ജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു 10 വർഷം മുമ്പുള്ള ഹജ്ജൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഈച്ചക്കുട്ടിക്ക് പോലും ഈ ഒരു അറഫയിൽ നിൽക്കാൻ ഗ്യാപ്പ് ഉണ്ടാവില്ല, അത്രയും തിരക്കായിരിക്കും. ഈ ഒരു എന്താ പറയുക, സെക്യൂരിറ്റി സെറ്റപ്പൊക്കെ കുറവാണ്. ഈ പോലീസും പട്ടാളമൊക്കെ കുറവായിരുന്നു ആ ഒരു കാലത്ത്.
അതുകൊണ്ട് തന്നെ ആളുകൾ പെർമിറ്റും കാര്യങ്ങളൊന്നുമില്ല. ആരൊക്കെ മക്കയിലുണ്ടോ അവർക്കെല്ലാം ഹജ്ജിന് പോകാനും, ജിദ്ദയിലുള്ള ആളാണെങ്കിലും റിയാദിലുള്ള ആളാണെങ്കിലും എല്ലാവർക്കും ഹജ്ജിന് പോകാനും. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഹജ്ജിന് പോകൽ സാധ്യമല്ല. നമ്മൾ കറക്റ്റ് പെർമിറ്റ് വേണം. പെർമിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹജ്ജിന് പോകാൻ സാധിക്കില്ല. നോക്ക് നിങ്ങൾ രണ്ട് സൈഡും. പിന്നെ വേറൊരു കാര്യം, ഈ സൗദിയും അതുപോലെ തന്നെ മക്കയും മദീനയും ഒക്കെ പച്ചപ്പ് കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. കാണാൻ പറ്റും നിങ്ങൾക്ക്, വളരെ മനോഹരമായിട്ട് ഫുള്ള് പച്ചപ്പാണ്. ഇപ്പം രണ്ട് സൈഡ് അറഫ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ചൂടുള്ളൊരു മരുഭൂമി പ്രദേശമാണ്. രണ്ട് മലകൾക്കിടയിൽ നല്ല ചൂടുള്ള പ്രദേശമാണ്. നോക്ക് നിങ്ങൾ, രണ്ട് സൈഡിലും പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള മരങ്ങൾ കൊണ്ടുള്ള വഴിയിലൂടെയാണ് ആൾക്കാർ മുസ്തലിഫയിലേക്ക് പോകുന്നത്. ഈ ഒരു നെമിറപ്പള്ളിക്ക് ചാരിയിട്ടാണ് ഈ റോഡുള്ളത്, മെയിൻ ഹൈവേ. ഈ ഒരു ഹൈവേ എന്ന് പറയുന്നത് വാഹനങ്ങൾക്ക് പോകാനുള്ളതല്ല, മനുഷ്യന്മാർക്ക് നടന്നു പോകാനുള്ള റൂട്ടാണ്. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് കമ്പനികൾ കുടകൾ, ഈ ഒരു ചൂടുള്ള സമയത്ത് ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് കുട ഫ്രീ ആയിട്ട് കൊടുക്കും. DHL എന്ന് പറഞ്ഞിട്ടുള്ള, അതുപോലെ മൊബൈൽ, സെയിൻ, STC, ഇങ്ങനെ ഒരുപാട് മൊബൈലിൻ്റെ സിമ്മിൻ്റെ കമ്പനികളും അതുപോലെ തന്നെ മാഷാ അല്ലാ. പിന്നെ കണ്ട മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ അത്. നമീറ മുസ്കിൻ്റെ ബോർഡിൽ കണ്ട നിങ്ങൾ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് നമീറ മസ്ജിദ് എന്ന്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. നമ്മൾ മലയാളികളാണെങ്കിൽ പോലും നമുക്ക് ഇംഗ്ലീഷ് അറിയാം എന്നുള്ളവർക്ക് അവരുടെ സൗദി ഗവൺമെൻറ് അറിയാമല്ലോ. പക്ഷേ അവിടെ ഹിന്ദി ഇല്ല, ഇംഗ്ലീഷിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും വലുതായിട്ടാണ് നമ്മളെ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. മാഷാ അല്ലാ, ഭയങ്കര അഭിമാനം തോന്നിയൊരു സംഭവമാണ് കേട്ടോ. ഞാൻ അതിന് മുമ്പ് അറഫയിൽ പോയ സമയത്ത് ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ട്. പക്ഷേ അതെനിക്ക് വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റിയിട്ടില്ല, എത്രയും വലിയൊരു ആംഗിൾ. പക്ഷേ ഇപ്പോൾ അതെന്തായാലും സാധിച്ചു. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. നമ്മളെ മലയാളികൾക്ക് എന്നും അഭിമാനകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അവിടെ എത്തുന്ന സമയത്ത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ബോർഡാണത്. നമുക്ക് ഇതാണ് വാട്ടർ പമ്പിങ് സ്പ്രേ ട്ടാ, കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇതിങ്ങനെ 24 അവർ സ്പ്രേ ആയിക്കൊണ്ടിരിക്കുകയാണ്. അറഫയിലെ ആളുകൾ പോയി തീരുന്നത് വരെ ഇതിങ്ങനെ സ്പ്രേ ആയിക്കൊണ്ടേയിരിക്കും. ഈ ആളുകളിങ്ങനെ ഒഴുകി ഒഴുകി രാത്രി സമയങ്ങളിലും ഇതുപോലെ മുസ്ദലിഫയിലേക്ക് പോകുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഈ റോഡിൻ്റെ നീറ്റൊന്ന് നോക്കിക്കേ. ഇത് നമ്മളെ ഈ ജബലുർ റഹ്മ, അറഫയിലുള്ള മലയുടെ ഒരു താഴ്വരം ഇങ്ങനെ ഈ ഒരു കോലത്തിലാണുള്ളത്. ആളുകൾക്ക് അവിടെ ഭയങ്കര സൗകര്യത്തോട് കൂടിയിട്ട് നിൽക്കാനും അതുപോലെ തന്നെ നടക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ട്. നല്ല ഇൻ്റർലോക്കൊക്കെ വിരിച്ചിട്ടുള്ള സ്ഥലമാണ്. അതുപോലെ ഈ ഒരു മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഏത് ഭാഗത്തേക്കൂടി ഇങ്ങനെ ഇറങ്ങിയിട്ട് പുറത്തോട്ട് വരാൻ പറ്റില്ല. ഈ മലയുടെ മുകളിലേക്ക് കയറാൻ കറക്റ്റ് ഇതുണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു വഴിയാണ് ആളുകൾ നടന്നു വരുന്നത്. ഈ ഒരു സ്തൂപാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു തൂണാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു സ്ഥലത്ത് ഈ ഒരു മലയുടെ മുകളിൽ വെച്ചിട്ട് ഈ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് നബിതങ്ങൾ പ്രസംഗിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ കാണാൻ പറ്റും, ആളുകൾക്ക് എത്തുന്ന ദൂരം വരെ, ആ ഒരു തൂണിലെ ആളുകൾക്ക് എത്ര ദൂരം എത്തുമോ അത്രയും ദൂരം ആളുകൾ അവിടെ തൊട്ട് മുത്താനൊക്കെ നിൽക്കും. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യരുത്. ഇപ്പോൾ അവിടെ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഹജ്ജ് ബാത്തിലാകുന്ന ചാൻസ് ഉള്ള കാര്യങ്ങളാണ് അതൊക്കെ. അപ്പം അറഫയിൽ പോകുന്നവരൊക്കെ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ പോകുന്ന സമയത്ത്. കണ്ട ആളുകളിങ്ങനെ ഈ ഒരു മുസ്ദലിഫയിലേക്ക് പോകുന്ന കാഴ്ചയാണ്. ആ സൈഡിൽ കാണുന്നൊരു വാഹനം കണ്ടോ നിങ്ങളൊരു ലോറി, ആ സൈഡിൽ അതാണ് നമ്മളെ മുസ്ദലിഫയിലും ഈ ഒരു അറഫയിലും മീനയിലും ഒക്കെ ഫ്രീ ആയിട്ട് ആളുകൾക്ക് വെള്ളം, ഭക്ഷണം, ബിസ്ക്കറ്റ് പൊതികൾ, അതുപോലെ കേക്ക് പൊതികൾ, ഇതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഹദിയയുടെ വാഹനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് എത്ര ഫ്രീ ആയിട്ട് എത്ര സാധനം വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാം. മുസ്ദലിഫയിലൊക്കെ ഒരുപാട് വ്യത്യസ്ത കാഴ്ചകൾ കാണാനുണ്ട്. ഇങ്ങനെ ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്നതും കല്ല് പൊറുക്കുന്നതും ആളുകൾ രാത്രി മലയിൽ പോയി ക്യാമ്പ് ചെയ്യുന്നതും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. വരും വീഡിയോസിൽ ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ കാണുക. നമ്മൾ അറഫ സംഗമത്തിൻ്റെ വീഡിയോ, അറഫയിലെ ഹുതുബയുടെ വീഡിയോ ഒക്കെ നമ്മളതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ കാണാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ഫസ്റ്റ് കമൻറ്റ് ബോക്സിലും ലിങ്ക് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം വീഡിയോ കാണുന്നതിലും സപ്പോർട്ട് ചെയ്യുന്നതിലും. ഇൻഷാ അല്ലാഹ് മക്കയുടെയും മദീനയിലും ഒരുപാട് വീഡിയോസ് നമ്മളെ ചാനലിലൂടെ നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. വിശ്വാസികൾ ഹജ്ജിൻ്റെ ഭാഗമായിട്ട് അറഫയിൽ ദുആയിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ദുആയിലും എന്നെ എൻ്റെ കുടുംബത്തെ ഉൾപ്പെടുത്തണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. ഈ ഒരു വർഷത്തെ ഹജ്ജ് നിങ്ങളെയും കൂടെ കാണിക്കാൻ പറ്റി എന്നുള്ളതിൽ. ഞാൻ ഹജ്ജിന് പോയ സമയത്തൊന്നും മര്യാദയ്ക്ക് ഫോൺ പോലും ഇല്ല, അതുകൊണ്ട് എനിക്ക് അന്നത്തെ കാലത്തൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അത് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹജ്ജിന് പോകുന്ന സമയത്ത് നമുക്കിങ്ങനെ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ അതിനൊന്നും ടൈം കിട്ടിയെന്ന് വരില്ല. നമ്മൾ ഭയങ്കര തിരക്കിലായിരിക്കും. നമ്മൾ ഹജ്ജിൻ്റെ കാര്യങ്ങളുമായിട്ട് നമ്മളതിൽ ലയിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊന്നും നമുക്ക് സമയം ഉണ്ടാവില്ല, കാരണം നല്ല തിരക്കായിരിക്കും. ആ തിരക്കിൻ്റെ ഇടയിൽ ഫോണൊക്കെ നിലത്ത് വീണ് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തിരിച്ചെടുക്കാൻ പോലും പറ്റില്ല, കാരണം അത്രയും ജനങ്ങളായിരിക്കും, അതിൽ ചവിട്ടി അങ്ങ് പോകും. കാരണം അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പണ്ട് മുസ്ദലിഫയിൽ കഴിഞ്ഞ ഹജ്ജിന് ഞാൻ പോയ സമയത്ത് മുസ്ദലിഫയിൽ വെച്ച് ചായ വാങ്ങിച്ച്, ചായ ചൂടുള്ളത് കൊണ്ട് അത് കുടിക്കാൻ പറ്റാണ്ട് നിലത്ത് വെച്ച് പോയ അനുഭവം വരെ ഉണ്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ മുസ്ദലിഫ എപ്പിസോഡിൽ നമുക്ക് പറയാം. ഇത് ഒരുപാട് സന്തോഷം. വിശ്വാസികൾ ഈ ഒരു ജബലുർ റഹ്മയുടെ മുകളിൽ നിന്ന്
പ്രാർത്ഥിക്കുന്ന ദൃശ്യങ്ങളാണ്. ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. നോക്ക് നിങ്ങൾ, മാഷാ അല്ലാ. നിങ്ങൾക്കൊക്കെ എത്താനുള്ള ഭാഗ്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഇതൊക്കെ കാണാൻ ആഗ്രഹിച്ച് അവിടെ എത്താൻ പറ്റാത്ത ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല. എന്തായാലും വീഡിയോ നിങ്ങൾ എന്തായാലും മറ്റുള്ള ഒരാളിലേക്കെങ്കിലും അയച്ചു കൊടുക്കണം. അവർക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് അവർ കാണട്ടെ. മലയാളത്തിൽ ആളുകൾ ഇത് അറിയട്ടെ, മലയാളത്തിലെ ആളുകൾ കാണട്ടെ, പഠിക്കട്ടെ. എല്ലാവർക്കും ഹജ്ജിന് പോകാനുള്ള ഭാഗ്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹാജിമാർ ഈ ഒരു മലയുടെ മുകളിൽ കയറിയിട്ട് മുസ്ദലിഫയിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കും. നാളത്തെ മുസ്ദലിഫയിലേക്ക് പോകുന്ന കാഴ്ചകളുമായിട്ട് നാളത്തെ വീഡിയോയിൽ നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.